അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് പിന്നീട് സുപ്രീം കോടതി അദ്ദേഹത്തിന് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി ജാമ്യം നൽകിയത് അദ്ദേഹം ഇതൊരു ഗെയിം ചേഞ്ചർ ആകാനുള്ളൊരു സാധ്യത പലരും പ്രവചിച്ചിരുന്നു. പക്ഷേ എക്സിറ്റ് പോൾ ഫലങ്ങൾ നോക്കുമ്പോൾ ഡൽഹിയിൽ വലിയ എഫക്റ്റ് ഇല്ല. ഹരിയാനയിൽ BJPക്ക് എതിരായ വികാരമുണ്ടായിട്ട് പോലും കെജ്രിവാൾ തിരിച്ചു വന്നതിന് ശേഷവും BJP 7 സീറ്റ് വരെ നേടാം എന്ന് പറയുന്നു. പഞ്ചാബിൽ ഒരുപക്ഷെ അതിൻ്റെ എഫക്റ്റ് ഉണ്ടായേക്കാം. അപ്പോൾ പക്ഷേ ഇത് മറ്റിടങ്ങളിലൊന്നും ഇതിൻ്റെ യാതൊരു എഫക്റ്റും ഉണ്ടായിട്ടില്ല. മുഖ്യമന്ത്രിമാരെ വേട്ടയാടുന്നു എന്നുള്ള അലിഗേഷൻസ് ഒന്നും, ഇത്തരം കാര്യങ്ങളൊന്നും ജനത്തെ ബാധിച്ചില്ല എന്നാണോ? ശ്രീ സണ്ണി എന്നോടായിരുന്നു. തീർച്ചയായിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഡൽഹിയിലുണ്ടായിരുന്ന ഗുഡ്വില്, ഡൽഹിയിലുണ്ടാകാമായിരുന്ന പോസിറ്റീവ് ഇമ്പാക്ട് അവർ തന്നെ കളഞ്ഞു കുളിച്ചു. ആ സ്വാതി മലിവാൾ ഇഷ്യൂ വളരെ ബാഡ്ലി പ്ലാൻഡാന്ന് ഞാൻ പറയത്തില്ല. ഇതിന് വേറെ കാരണങ്ങൾ കൊണ്ട് പുറത്ത് പറയാൻ പറ്റത്തില്ലാത്ത കാരണങ്ങളും ഉണ്ട്. പക്ഷെ പൊളിറ്റിക്സിലായിരിക്കും നമുക്ക് കുറച്ചുകൂടെ നമുക്കെന്നല്ല അവർക്ക് കുറച്ചുകൂടെ സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, കുറച്ചുകൂടെ സൂക്ഷിച്ച് കാര്യങ്ങളോട് റെസ്പോണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ബാഡ്ലി എക്സിക്യൂട്ടഡ് ഫിയാസ്കോ ആണെന്ന് പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആം ആദ്മിയുടെ ഗുഡ്വിൽ ഒത്തിരി അവിടെ കുറച്ചു. കുറച്ചുകൂടെ സീറ്റുകൾ ജയിക്കാമായിരുന്നു. എങ്കിൽ പോലും ഇപ്പോഴും ഞാൻ പറയുന്നു ആം ആദ്മി പാർട്ടിക്ക് നല്ല ഗുഡ്വില്ലുണ്ട് ഡൽഹിയിൽ. അതുപോലെ ഹരിയാനയിലാണേലും കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്യാമായിരുന്നു. ഹരിയാനയിൽ എക്സിറ്റ് പോൾ പറയുന്ന അനുസരിച്ചുള്ള സീറ്റുകളല്ല കിട്ടേണ്ടത്, കുറച്ചധികം കിട്ടണേ ഇന്ത്യ അലയൻസിനും. പഞ്ചാബിലാണേലും കുറച്ചുകൂടെ കിട്ടാൻ സാധ്യതയാണെന്നാണ് എൻ്റെ പേഴ്സണൽ വിചാരം. ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ ലീഡർഷിപ്പ് ഓൾമോസ്റ്റ് വൺ ലീഡർ പാർട്ടിയായിട്ട് നിൽക്കുന്നത്, ആ പാർട്ടിക്ക് തന്നെ അത് റിവൈസ് ഗുഡ്വില്ലുണ്ട്, അവർക്ക് ധാരാളം ഗുഡ്വില്ലുണ്ട്. പക്ഷെ അവരുടെ ഈ ഇടയ്ക്കുള്ള ഇന്റർ പേഴ്സണൽ റിലേഷൻഷിപ്സ് നമുക്കത് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത് സംഗതികൾ ഈ ഒരു പാർട്ടിയെ പൊസിറ്റീവ് പൊളിറ്റിക്കൽ പാർട്ടിയെ പോലെ അവർ പെരുമാറേണ്ടതായിട്ടിരിക്കുന്നു. അവർക്ക് കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കണം. എന്നാലേ അവരെ ഒരു പാർട്ടി വിത്ത് സം റെക്കണിങ് ആവുള്ളൂ. അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തിയുടെ പാർട്ടിയായിട്ട് തന്നെ ഇത് നിൽക്കുമെന്നുള്ളതാണ്. അത് അവരുടെ ഭാഗത്തു നിന്ന് അത് ഒരു ക്ഷമിക്കാൻ പറ്റാത്ത ഒരു വീഴ്ചയായിട്ട് ഞാൻ കരുതുന്നു. ആം ആദ്മിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് ജയിലിലായിരുന്നപ്പോൾ ചിലർ തമാശ പറഞ്ഞു, ജയിലിൽ കിടക്കുമായിരുന്നു കുറച്ചുകൂടെ നല്ലതെന്ന് പറഞ്ഞു. വരാതിരിക്കുമായിരുന്ന ഇതിനേക്കാളും വോട്ട് കിട്ടിയെന്നു പറഞ്ഞു. വന്നാലും വോട്ട് കിട്ടുമായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഈ സ്വാതി മലിവാൾ സിറ്റുവേഷൻ വന്നു. പിന്നീട് കോൺഗ്രസും ആം ആദ്മിയും അവര് എന്തോ ഭാവിയിലേക്കുള്ള പ്ലാനിങ് അനുസരിച്ചായിരിക്കണം. കമ്പൈൻഡ് ആയിട്ട് രാഹുൽ ഗാന്ധിയുടെയും കെജ്രിവാളിന്റെ ഒരു മീറ്റിംഗ് പോലും നടന്നില്ല, പബ്ലിക് മീറ്റിംഗ് ഒന്നും നടന്നിട്ടില്ല. അങ്ങനെയുള്ള സ്ഥിതിയിൽ പുറമെ അതുപോലെ തന്നെ പഞ്ചാബിന്റെ പോളിന്റെ ഫേസ് ആയപ്പോഴത്തേക്ക്, ഒടുവിലേക്ക് ആയപ്പോഴത്തേക്ക് കെജ്രിവാൾ പറഞ്ഞു ഈ മാര്യേജ് ഒരു പെർമനന്റ് ഒന്നും അല്ല, ഇതൊരു അലയൻസ്, അങ്ങനെ ഒരു ഹിന്റും കൂടെ കൊടുത്തു. കാരണം അവിടെ അലയൻസ് ഇല്ലല്ലോ. ആ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ലൂസ് ടോക്കും അതുപോലെ തന്നെ തമ്മിൽ ഹൃദയം തുറന്ന ആ രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതിരിക്കുക എല്ലാം ചെയ്തുകൊണ്ട് ഈ ഭാഗത്തൊരു വീഴ്ചയായിരുന്നു. ചില ഭാഗത്തൊക്കെ ചില ഏരിയാസിലൊക്കെ ചില പാർട്ടികളുമായിട്ട്, ഫോർ എക്സാമ്പിൾ UP നല്ലതായിരുന്നു, ബീഹാറിൽ നല്ലതായിരുന്നു, രാജസ്ഥാനിൽ നല്ലതായിരുന്നു, മഹാരാഷ്ട്ര എനിക്ക് അത്ര അറിവില്ല, ഓവറോൾ നല്ലതായിരുന്നു. പക്ഷെ ചില ഭാഗങ്ങളിൽ ഇങ്ങനെ ലൂപ്പ് ഹോൾസ് ഉണ്ടായിരുന്നു.